ചെങ്കടലിൽ ഹൂതി ഇസ്ലാമിക് ഭീകരന്മാരെ കൊന്ന് കടലിൽ താട്ടി അമേരിക്കയുടെ ഉഗ്രനീക്കം. കപ്പലുകൾ ആക്രമിച്ച 3 ഹൂതി ബോട്ടുകളെ അമേരിക്ക അപ്പാടെ തകർത്ത് കടലിൽ മുക്കുകയായിരുന്നു. ബ്രേക്കിംഗ് റിപ്പോർട്ടിലേക്ക്. ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിന്റെ ഏറ്റവും പുതിയ ഒരു അപ്ഡേഷൻ ചെങ്കടലിൽ നിന്നാണ് വരുന്നത്. ചെങ്കടലിൽ അമേരിക്കയുടെ ഉഗ്രനീക്കം 10 ഹൂതി ഭീകരന്മാരെ കൊലപ്പെടുത്തി, 3 ഹൂതികളുടെ ബോട്ടുകൾ തകർത്തു. ഉൾക്കടലിൽ നടന്ന വൻ പോരാട്ടത്തിൽ കൊലപ്പെട്ട ഹൂതി ഭീകരന്മാരും അവരുടെ ബോട്ടുകളും കടലാഴങ്ങളിലേക്ക് ഇനി കിടക്കും. ചെങ്കടലിൽ കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തിയ ഹൂതി ഭീകരന്മാർക്ക് എതിരെ നടത്തുന്ന കനത്ത തിരിച്ചടിയാണ് ഇത്. ഹൂതി മൂവ്മെന്റ്, അത് ആദ്യം നമ്മൾ ഒന്ന് മനസ്സിലാക്കണം. ഈ ഹൂതി ഇസ്ലാമിക് ഭീകര സംഘടന എന്താണ് എന്ന്. ഹൂതി മൂവ്മെന്റ് എന്നത് അറബി ഭാഷയിൽ ഔദ്യോഗികമായി അൻസാർ അള്ളാഹു എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അള്ളാഹുവിന്റെ നാമത്തിലാണ് ഹൂതി ഭീകര സംഘടന എന്നതും ദൈവനാമത്തിലാണ് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. അള്ളാഹുവിന്റെ, അതായത് അൻസാർ അള്ളാഹു എന്നറിയപ്പെടുന്ന ദൈവത്തിന്റെ പോർട്ട് ആണ് ഹൂതി ഭീകര മൂവ്മെന്റ്. 1990കളിൽ യമനിലെ സാധാ ഗവർണറുകളിൽ നിന്ന് ഉയർന്നു വന്ന ഷിയ ഇസ്ലാമിക് രാഷ്ട്രീയ സൈനിക സംഘടനയാണിത്. ഹൂതി ഇസ്ലാമിക ഭീകര പ്രസ്ഥാനത്തിന്റെ മുദ്രാവാക്യം, അവരുടെ കൊടിയുമായി ബന്ധപ്പെട്ട് പ്രഖ്യാപിതമായിട്ടുള്ള 4 മുദ്രാവാക്യങ്ങളാണ്. ഈ 4 മുദ്രാവാക്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഭീകര സംഘടന ഭൂമിയിൽ നിലനിൽക്കുന്നത്. അതാണ് ഏറ്റവും കൊലപാതകവും ഇല്ലാതാക്കലും വംശീയ ഹത്യകളും ഉന്മൂലനവുമാണ് ഈ മുദ്രാവാക്യങ്ങളിൽ തെളിയുന്നത്. മാനവരാശിയെ കൊലപ്പെടുത്തുക എന്നുള്ളത് ആ മുദ്രാവാക്യങ്ങൾ ഇപ്രകാരമാണ്. അത് ജനങ്ങൾ അറിഞ്ഞിരിക്കണം. ഗോഡ് ഈസ് ഗ്രേറ്റസ്റ്റ്, അത് നല്ല കാര്യമാണ്. ഡെത്ത് ഓഫ് അമേരിക്ക, ഡെത്ത് ഓഫ് ഇസ്രായേൽ, എ കേസ് അപ്പോൺ ജൂയിഷ്, വിക്ടറി ഓഫ് ഇസ്ലാം. ഇതാണ്, അതായത് ദൈവമാണ് ഏറ്റവും വലിയവൻ. 2ാമത്തെ മുദ്രാവാക്യം അമേരിക്കയുടെ മരണം. 3ാമത്തെ മുദ്രാവാക്യം ഇസ്രായേലിന്റെ മരണം. 4ാമത്തെ മുദ്രാവാക്യം യഹൂദർ, ഭൂമിയുടെ ശാപം. 5ാമത്തെ മുദ്രാവാക്യം ഇസ്ലാമിന്റെ വിജയം. അതായത് അമേരിക്കയുടെ മരണം, ഇസ്രായേലിന്റെ മരണം, യഹൂദർ ഭൂമിയുടെ ശാപം ഇല്ലാതാക്കണം, ഇസ്ലാമിന്റെ വിജയം. ഇതാണ് ഹൂതി ഭീകര സംഘടന അള്ളാഹുവിന്റെ നാമത്തിൽ, അവരനാമത്തിൽ രൂപീകരിച്ചതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. ഈ ലക്ഷ്യങ്ങളൊക്കെ നിറവേറ്റാനാണ് ഈ സംഘടന നിലനിൽക്കുന്നത്. ഇതിന്റെ പിന്നിൽ ഇറാനാണ് പ്രവർത്തിക്കുന്നത്. ഇറാനാണ് ഇവർക്ക് എല്ലാവിധമായിട്ടുള്ള സഹായങ്ങളും സഹകരണവും ആയുധങ്ങളും ഒക്കെ കൊടുക്കുന്നത്. ഇറാന്റെ നേതൃത്വത്തിൽ ഹൂതി ഭീകരർ ഇപ്പോൾ ആക്രമണം നടത്തുന്നതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം ഗാസയിൽ വെടിനിർത്തൽ നടത്തുക, ബന്ദികളെ ആരെയും വിട്ടയക്കാതെ ഇസ്രായേലിനെ ഗാസയിൽ നിന്നും തുരത്തുക, ഓടിക്കുക. ഇതിനായി ലോകരാജ്യങ്ങളുടെ കപ്പലുകൾ ആക്രമിക്കുക. പ്രധാനപ്പെട്ട കപ്പൽ ചാലായ ചെങ്കടലിലൂടെ, സൂയസ് കനാൽ വഴി ചെങ്കടലിലൂടെ കടന്നു വരുന്ന കപ്പലുകൾ ആക്രമിച്ച് ലോകരാജ്യങ്ങളുടെ ചരക്ക് നീക്കം തടസ്സപ്പെടുത്തി ലോകത്തെ ബ്ലാക്ക്മെയിൽ ചെയ്യുക. ഇത്തരത്തിൽ ലോകരാജ്യങ്ങളുടെ കപ്പലുകൾ ഹൈജാക്ക് ചെയ്ത് തട്ടിക്കൊണ്ടുപോയി ബന്ദികളാക്കി ഗാസയിലെ ഇസ്രായേലിന്റെ പിന്മാറ്റത്തിന് വേണ്ടി വിലപേശൽ നടത്തുകയും ബ്ലാക്ക്മെയിൽ ചെയ്യുകയും ചെയ്യുക. ഇതാണ് ഹൂതി ഭീകരവാദികൾ ഇപ്പോൾ ചെങ്കടലിൽ നടത്തുന്ന ആക്രമണങ്ങളുടെ ലക്ഷ്യം. യുദ്ധം കടലിലേക്ക് വ്യാപിക്കുമ്പോൾ ശക്തമായിട്ടുള്ള തിരിച്ചടി നൽകുവാൻ അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള ഒരു 20 അംഗ രാജ്യം ചെങ്കടൽ പ്രദേശത്ത് റെഡിയാണ്. ചെങ്കടലിൽ മേഴ്സ്കസ് കണ്ടെയ്നർ കപ്പലിൽ ആണ് ഹൂതികൾ ആക്രമണം നടത്തിയത്. ഇത് സിംഗപ്പൂരിന്റെ കപ്പലാണ്, സിംഗപ്പൂർ ഫ്ലാഗുള്ള കപ്പലാണ്. അമേരിക്കൻ പടക്കപ്പലിൽ നിന്ന് പൊങ്ങിയ വിമാനങ്ങളും മറ്റും ആണ് ഹൂതിയുടെ ആക്രമണം തകർത്തത്. മിസൈൽ ആക്രമണത്തിൽ ഹൂതി ഭീകരന്മാർ ഒന്നടങ്കം പപ്പടം പോലെ പൊടിഞ്ഞു പോവുകയായിരുന്നു. അവരെല്ലാം നശിച്ചുപോയി എന്നാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇറാൻ പിന്തുണയുള്ള ഹൂതി തീവ്രവാദികൾ നടത്തിയ ആക്രമണത്തെ US ഹെലികോപ്റ്ററുകളും വിമാനങ്ങളും ഉപയോഗിച്ചാണ് നേരിട്ടത്. 3 ബോട്ടുകൾ മുക്കുകയും ഈ ബോട്ടുകളിൽ ഉണ്ടായിരുന്ന 10 തീവ്രവാദികളെ തൽക്ഷണം അവർ ബോട്ടോട് കൂടി തന്നെ തകർന്ന് കടലാഴങ്ങളിലേക്ക് തകർന്ന് തരിപ്പണമായി പോവുകയുമായിരുന്നു. മെഴ്സ്കസ് എന്ന കപ്പൽ ഹൂതി ഭീകരർ ആക്രമിച്ചതാണ് കാരണം. അക്രമകാരികൾ സിംഗപ്പൂർ പതാകയുള്ള കപ്പൽ തടഞ്ഞു നിർത്തി അതിനുള്ളിലേക്ക് വലിഞ്ഞു കയറുവാൻ നോക്കി. തോക്കും സ്ഫോടക വസ്തുക്കളുമായി ഇവർ സിംഗപ്പൂർ കപ്പൽ വളയുകയായിരുന്നു. പെട്ടെന്ന് തന്നെ സിംഗപ്പൂർ കപ്പലിൽ നിന്നും SOS അയച്ചാണ് മറ്റ് കപ്പലുകളെ വിവരം അറിയിച്ചത്. ഈ SOS 100 കിലോമീറ്റർ അധികം അപ്പുറത്ത് കിടന്ന
അമേരിക്കയുടെ പടക്കപ്പലിലെത്തുകയും അവിടുന്ന് ഹെലികോപ്റ്ററുകളും യുദ്ധവിമാനങ്ങളും കുതിച്ചെത്തി ഹൂതി ഭീകരരെ മുഴുവൻ കൊന്നുതള്ളുകയായിരുന്നു. ഹെലികോപ്റ്ററിൽ നിന്നും അമേരിക്കൻ സേന മിസൈലുകൾ തൊടുത്ത് ആക്രമിക്കുകയായിരുന്നു. ഇതിനെ തുടർന്ന് ഈ സംഘർഷത്തെ തുടർന്ന് 48 മണിക്കൂർ ചെങ്കടലിലൂടെയുള്ള എല്ലാ കപ്പൽ ഗതാഗതവും നിർത്തിവച്ചിരിക്കുകയാണ്. സിംഗപ്പൂർ കപ്പലിൽ 14,000 കണ്ടെയ്നറുകളായിരുന്നു ഉണ്ടായിരുന്നത് എന്നാണ് റിപ്പോർട്ട്. ശനിയാഴ്ച യമനിലെ അൽ ഹൊദദയിൽ നിന്ന് 45 നോട്ടിക്കൽ മൈൽ അകലെ തെക്ക് പടിഞ്ഞാറായിരുന്നു ആക്രമണമുണ്ടായത്. അമേരിക്കയുടെ മിസൈൽ ആക്രമണത്തിൽ ഹൂതി ഭീകരർ കൊല്ലപ്പെട്ടത്. മെസ്കസ് ഹങ്സാവ് ക്രൂവിന്റെ ജീവനക്കാർ സുരക്ഷിതമാണ് എന്നും സൂയസ് കനാൽ ലക്ഷ്യമാക്കി വടക്കോട്ട് യാത്ര തുടർന്ന കപ്പലിൽ തീപിടുത്തമോ നാശമോ ഒന്നും ഉണ്ടായിട്ടില്ല എന്നും ഷിപ്പിംഗ് കമ്പനി അറിയിക്കുന്നുണ്ട്. ഇതേസമയം ഹൂതി ഭീകര സംഘടനയുടെ പ്രതികരണം വന്നിരിക്കുകയാണ്. മുന്നറിയിപ്പ് കോളുകൾ ശ്രദ്ധിക്കാതെ കപ്പൽ ജീവനക്കാർ കപ്പൽ മുന്നോട്ടെടുത്തതാണ് ആക്രമണം നടത്തുവാൻ കാരണമെന്ന് ഹൂതികളുടെ വക്താവ് ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ്. ചെങ്കടലിൽ US സേന തങ്ങളുടെ ബോട്ടുകൾ ആക്രമിച്ചുവെന്നും 10 ഞങ്ങളുടെ നാവികരെ ആക്രമിച്ചു കൊലപ്പെടുത്തിയെന്നും ഹൂതി ഭീകര സംഘടനയുടെ വക്താവ് അറിയിച്ചിരിക്കുകയാണ്. ഒക്ടോബർ 7-ന് 1200 പേർ കൊല്ലപ്പെടുകയും 240 പേരെ ബന്ദികളാക്കുകയും ചെയ്ത ഹമാസ് ഭീകരാക്രമണമാണ് ഇപ്പോൾ ചെങ്കടലിലേക്കും യുദ്ധമായിട്ട് വ്യാപിച്ചിരിക്കുന്നത്. കരയിലെ യുദ്ധം കടലിലേക്കും. ഇത് ആദ്യമായിട്ടാണ് ഈ യുദ്ധത്തിൽ ഒരു കടൽ പോരാട്ടം നടക്കുന്നത്. കരയിൽ നടക്കുന്നത് പോലെ തന്നെ സൂയസ് കനാലിന്റെ പരിസരത്തും കൂടെ കടന്നു വരുന്ന കപ്പലുകളെ ചെങ്കടലിലിട്ട് തകർക്കുക, അത് തട്ടിക്കൊണ്ടുപോകാൻ നീക്കം നടത്തുക, ഡ്രോൺ ഉപയോഗിച്ച് ആക്രമണം നടത്തുക, ബോട്ടുകൾ ഉപയോഗിച്ച് ആക്രമിച്ച് അക്രമകാരികൾ കപ്പലിലേക്ക് പ്രവേശിച്ച് കപ്പൽ ഹൈജാക്ക് ചെയ്യുവാനുള്ള നീക്കങ്ങൾ, ഇതൊക്കെയാണ് ഇപ്പോൾ ചെങ്കടലിൽ നടക്കുന്നത്. ഇസ്രായേൽ നിരന്തരമായ ബോംബാക്രമണം ഗാസയിൽ തുടരുമ്പോൾ പ്രാദേശികമായി ഈ യുദ്ധം വ്യാപിക്കുവാനുള്ള സാധ്യതകളാണ് ഇപ്പോൾ അടിവരയിടുന്നത്. ഇസ്രായേലിന്റെ വ്യോമ പീരങ്കി ആക്രമണത്തിൽ ഇതുവരെ 21,800-ലധികം പേർ കൊല്ലപ്പെട്ടതായിട്ടാണ് ഗാസയുടെ ആരോഗ്യ മന്ത്രാലയം അറിയിക്കുന്നത്. ചെങ്കടലിലെ കൂട്ടക്കുരുതി, ഭീകരന്മാരുടെ കൂട്ടക്കുരുതിക്ക് ശേഷം പാശ്ചാത്യ രാജ്യങ്ങളും അമേരിക്കയുമായി ബന്ധപ്പെട്ട് അതിന്റെ പ്രതികരണങ്ങൾ പുറത്തു കൊണ്ടുവരുവാൻ മാധ്യമ പ്രവർത്തകരും മാധ്യമ ലോകവും ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. യമനിലെ ഹൂതികൾ നവംബർ മുതൽ ചെങ്കടലിലെ കപ്പലുകൾ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തുകയാണ്. ഇതിന്റെ ഇര ഇന്ത്യയുമായിട്ടുണ്ട്. ഇന്ത്യയുടെ ഒരു ചരക്ക് കപ്പലും അതുപോലെ ഇന്ത്യൻ നേവിയുടെ കപ്പലിന് നേരെയും ഡ്രോൺ ആക്രമണം ഉണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് 4 യുദ്ധക്കപ്പലുകളെയാണ് ചെങ്കടലിന് സമീപം ഇന്ത്യ വിന്യസിച്ചിരിക്കുന്നത്. കടലാഴങ്ങളിൽ വെച്ചൊന്നും അക്രമികളെ തുരത്തുമെന്നും അക്രമികളെ കണ്ടെത്തുമെന്നും തിരിച്ചടിക്കുമെന്നും ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പ്രഖ്യാപിച്ചിരുന്നു. ഇന്ത്യയും ശക്തമായിട്ടുള്ള നിലയുറപ്പിക്കലാണ് കടലിൽ. ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത, ഈ കടലിടുക്കിലൂടെയാണ് ലോകത്തിന്റെ 12% ചരക്ക് കൈമാറ്റവും വരുന്നത്. ഈ ചെങ്കടലിലൂടെയാണ് ലോകത്തെ കണ്ടെയ്നർ ഗതാഗതത്തിന്റെ 42% ഈ കടലിടുക്കിലൂടെയാണ് വരുന്നത്. ലോകത്തിന്റെ എണ്ണ കൈമാറ്റം അതുപോലെ മറ്റ് ട്രാഫിക് എല്ലാം ഈ കടലിടുക്കിലൂടെയാണ്. അതാണ് ഈ കടലിടുക്കിന്റെ പ്രത്യേകത. ഈ കടലിടുക്കിന്റെ ഭീഷണി മൂലം ഇത് ഒഴിവാക്കി ആഫ്രിക്ക ചുറ്റിയാണ് ഇപ്പോൾ അധിക കമ്പനികളും കപ്പലുകൾ ഓടിക്കുന്നത്. കാരണം ഒരു കപ്പൽ നശിച്ചു പോയാൽ ഒരു ഉടമയ്ക്ക് സംഭവിക്കുന്നത് 10,000-കണക്കിന് കോടികളുടെ നഷ്ടവും ലക്ഷക്കണക്കിന് കോടികളുടെ അതിലുള്ള വസ്തുക്കളും ചരക്കുകളുമാണ് നശിക്കുക. എണ്ണിയാൽ ഒടുങ്ങാത്ത രീതിയിലുള്ള ബില്യൺ കണക്കിനുള്ള നാശനഷ്ടമാണ് ഒരു കപ്പൽ കടലിൽ മുങ്ങുന്നതിലൂടെ സംഭവിക്കുന്നത്. കപ്പൽ തകർന്നിട്ടുണ്ട് എങ്കിൽ ഒരിക്കലും ഇത്തരം ചരക്ക് കപ്പലുകൾ രക്ഷപ്പെടുത്തുവാനോ മുങ്ങുന്നതിൽ നിന്ന് തടയുവാനോ അതിനെ വീണ്ടെടുക്കുവാനോ ഒരിക്കലും സാധിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് ആ വഴിയുള്ള ഗതാഗതം ഒഴിവാക്കി ഇപ്പോൾ ആഫ്രിക്കൻ മുനമ്പ് ചുറ്റി വരുന്നത്. ഇത് 45% ദൂരം കൂട്ടും. ഇത്തരം രീതിയിൽ ചെങ്കടലിൽ സംഘർഷം വ്യാപിക്കുകയാണെങ്കിൽ എണ്ണയുടെയും ചരക്ക് നീക്കത്തിന്റെയും ഒക്കെ തടസ്സം ലോകത്തുണ്ടാവും. ഇലക്ട്രോണിക് സാധനങ്ങൾ ലോകത്ത് കിട്ടുന്നതിന്റെ ലഭ്യത കുറയും, എണ്ണവില ഉയരും. പ്രധാനമായിട്ടും ഈ കടലിടുക്കിലൂടെ വരുന്ന ചരക്കുകളുടെ ഒരു നല്ലൊരു ഭാഗം ഇന്ത്യയിലേക്കാണ്, ചൈനയിലേക്കാണ് ഏറ്റവും കൂടുതൽ ജനസംഖ്യ ഉള്ളതുകൊണ്ട് ഇന്ത്യ മറ്റ് രാജ്യങ്ങളിൽ നിന്നും ചരക്ക് കടത്തിൽ, പ്രത്യേകിച്ച് യൂറോപ്പിൽ നിന്നും വരുന്ന ഇന്ത്യയിലേക്ക് വരുന്ന ചരക്കുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇടനാഴിയാണ് ഈ ചെങ്കടലിലൂടെ വരുന്നത്. അതുകൊണ്ട് തന്നെ യുദ്ധം തുടരുകയാണ് എങ്കിൽ, ചെങ്കടലിലെ കടലിലെ നീക്കം തുടരുകയാണ് എങ്കിൽ ഇന്ത്യയിൽ പ്രതിസന്ധി ഉണ്ടാകും. ലോകത്താകമാനം ഇലക്ട്രോണിക് സാധനങ്ങളുടെ ലഭ്യതയോ വിലക്കയറ്റമോ ഉണ്ടാവും. എണ്ണ വിലയെ ബാധിക്കും. അത്രമാത്രം പ്രധാനപ്പെട്ടതാണ്
ചെങ്കടലിലൂടെയുള്ള ചരക്ക് നീക്കം. വാഷിംഗ്ടൺ ഹൂതികൾക്കെതിരായ ആക്രമണത്തിൽ ഇപ്പോൾ മുൻകരുതൽ കൊടുക്കുന്നുണ്ട് എന്ന് വൈറ്റ് ഹൗസ് പറയുന്നു. ഓപ്ഷനുകൾ എന്തൊക്കെയാണ് എന്ന് വെളിപ്പെടുത്തുവാൻ വൈറ്റ് ഹൗസ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജോൺ കിർബി വിസമ്മതിച്ചിരിക്കുകയാണ്. ഞങ്ങൾ ഹൂതികളോട് പരസ്യമായി വ്യക്തമാക്കിയിട്ടുണ്ട് ഇത്തരം ഭീഷണികളെ ഗൗരവമായി കാണുമെന്നും അതിനെ തുടച്ചു നീക്കുമെന്നും നശിപ്പിക്കുമെന്നും മേഖലയിൽ സുരക്ഷിതത്വം ഉറപ്പാക്കുവാൻ വേണ്ടിയിട്ടുള്ള അമേരിക്ക എല്ലാ നീക്കങ്ങളും നടത്തുമെന്നും അമേരിക്കയുടെ ഏറ്റവും വലിയ വിമാനവാഹിനി മേഖലയിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ട് എന്നും അമേരിക്ക വ്യക്തമാക്കി. ടെലിഗ്രാഫ് പത്രത്തിൽ ബ്രിട്ടീഷ് പ്രതിരോധ സെക്രട്ടറി ഗ്രാൻഡ് ഷാംസ് പറഞ്ഞത് ഇപ്രകാരമാണ്: ഞങ്ങൾ നടപടിയെടുക്കുവാൻ തയ്യാറായിരിക്കുകയാണ്. ചെങ്കടലിലെ നാവിഗേഷൻ സ്വാതന്ത്ര്യത്തിന് നേരെയുള്ള എല്ലാത്തരം ഭീഷണികൾക്കെതിരെയും യുദ്ധം ചെയ്യുവാൻ ബ്രിട്ടൻ രംഗത്തുണ്ടാകും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 20 രാജ്യങ്ങളാണ് ഇപ്പോൾ ഒന്നിച്ചു ചേർന്ന് ഒരു സംഘമായി ചെങ്കടലിലെ ട്രാഫിക് സുരക്ഷിതത്വത്തിന് വേണ്ടിയിട്ട് യോജിക്കുന്നത്. ഇതിനകത്ത് UAE ഉണ്ട്, സൗദിയുണ്ട്, ഇന്ത്യയുണ്ട് തുടങ്ങി 20ഓളം രാജ്യങ്ങളുടെ ഒരു സംഗമമാണ് ഇപ്പോൾ ചെങ്കടൽ സുരക്ഷിതത്വത്തിന് വേണ്ടിയിട്ടും ഹൂതികൾക്കെതിരായിട്ടുള്ള യുദ്ധത്തിന് വേണ്ടിയിട്ടും സജ്ജമായിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.